അർജന്റ് മൈക്ക് വെറുതെ കൈ പൊക്കിയതാണോ? ഓക്കെ, അതെല്ലാം നമ്മൾക്ക് ആരംഭിക്കാം. പിന്നെ ആരെങ്കിലും ഒരാൾ പോയിന്റ് ഇടും തോന്നുന്നു. പോയിന്റ് ഒരാൾ നിയന്ത്രിക്കുക. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ എല്ലാവരും സെലക്ട് ചെയ്യുക. ആദ്യ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ വിജയിച്ചത് ഗ്രീൻ ടീമാണ്. ഇന്നതിന് പകരം വീട്ടുമെന്നാണ് ബ്ലൂ ടീം പറയുന്നത്. നോക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാതെ പ്രബോധനം സ്വീകരിച്ച് ഇസ്ലാം അംഗീകരിച്ച ഭരണാധികാരി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാതെ പ്രബോധനം സ്വീകരിച്ച് ഇസ്ലാം അംഗീകരിച്ച ഭരണാധികാരി ആരായിരുന്നു? എല്ലാവർക്കും അടിക്കാം, തെറ്റസാരം എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. മാഷാ അല്ലാഹ്, വെൽഡൻ, മബ്രൂക്ക്. തിരുവള്ളൂർ നജ്ജാഷി രാജാവ് എന്നടിച്ചുകൊണ്ട് ആദ്യ പോയിന്റ് ബ്ലൂ ടീം കൊണ്ടുപോയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ ദുൽദുൽ ആൻഡ് KM കരിങ്ങപ്പാറ, സൈനുൽ ആബിദീൻ, സലാം ഹാജി, സജീർ വിഴിഞ്ഞം. എല്ലാവർക്കും വെൽഡൻ, എല്ലാവർക്കും മബ്രൂക്ക്. അപ്പോ ആദ്യ പോയിന്റ് പോകുകയാണ് ബ്ലൂ ടീമിലേക്കാണ് ആദ്യത്തെ പോയിന്റ് പോകുന്നത്. മാഷാ അല്ലാഹ്, 1 എന്ന നിലയിലായിരിക്കുകയാണ് ബ്ലൂ ടീം. അടുത്ത ചോദ്യം ഏത് സ്വഹാബിയുടെ യഥാർത്ഥ പേരാണ് സഖർ ബിൻ ഹർബ്? സഖർ ബിൻ ഹർബ് എന്നത് ഏത് സ്വഹാബിയുടെ യഥാർത്ഥ പേരാണ്? സഖർ ബിൻ ഹർബ് മറ്റൊരു പേരിലാണ് ആ സ്വഹാബി പ്രസിദ്ധനായിരുന്നത്. ഏത് സ്വഹാബിയുടെ യഥാർത്ഥ പേരാണ് സഖർ ബിൻ ഹർബ് എന്നാണ് എന്റെ ചോദ്യം. എല്ലാവർക്കും അടിക്കാൻ, തെറ്റിയാ സാരമില്ല. ആൻസറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, കൊണ്ടുവന്നു. വീണ്ടും തിരുവള്ളൂർ 313 എന്ന ബ്ലൂ ടീമിന്റെ പടനായകനിലൂടെ വീണ്ടും ആൻസർ വന്നിരിക്കുകയാണ്. അത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് കൂടി പോവുകയാണ് ബ്ലൂ ടീമിലേക്ക്. വെൽഡൻ. ഓക്കെ, അല്ലാഹുമ്മ അഫ്റത്തും റഹ്മത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ പോയിന്റ് ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. തിരുവള്ളൂർ അങ്ങനെ 2 പോയിന്റുകളും പിന്നെ കൊണ്ടുപോയിരിക്കുകയാണ് ബ്ലൂ ടീമിലേക്ക്. ഗ്രീൻ ടീമിലുള്ളവർ ഒന്ന് ജാഗ്രത പാലിക്കുക. അതിനുശേഷം എല്ലാവരും ശരിയുത്തരം അടിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം അടിക്കുന്നവർക്ക് നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യ യുദ്ധമായ ഹർബുൽ ഫിജാർ നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാം വയസ്സിലാണ്? ആദ്യ യുദ്ധമായ ഹർബുൽ ഫിജാർ നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ്? ആദ്യ യുദ്ധമായ ഹർബുൽ ഫിജാർ നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് എന്നതാണ് എന്റെ ചോദ്യം. ഇതുവരെ ആൻസർ വന്നില്ല, മാറ്റിയടിക്കാം. ഇതുവരെ അടിച്ച ആൻസറുകളൊക്കെ തെറ്റാണ്. ഓക്കെ, ഇതുവരെ വന്നില്ല. അടിച്ചോളൂ, സ്പീഡിൽ അടിച്ചോളൂ. സ്പീഡില്ലാത്തവർക്കൊക്കെ ഇപ്പോഴേ അടിക്കാനുള്ള ചാൻസാ. സ്പീഡില്ലാത്തവർക്ക് പോയിന്റ് ഇടാനുള്ള ചാൻസ് ആയത്. അതുകൊണ്ട് എല്ലാവർക്കും അടിക്കാം, തെറ്റിയാ സാറില്ല. അടിച്ചോണ്ടിരുന്നു. അടുത്തൊക്കെ ഉണ്ട്, നിങ്ങൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ 1ഉം 2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നേ ഉള്ളൂ. ആ ഭാഗത്ത് എത്തിയില്ല. നിങ്ങൾ അടുത്തൊക്കെ ഉണ്ട്. ഇതുവരെ വന്നില്ല. പിന്നെ ഞാൻ ടൈമോട്ട് വിളിക്കാണ്. ഏതായാലും ഒരു ഫിഗർ സംഖ്യയാണ്, ഒരു ഫിഗറാണ്. അടിച്ചോളൂ. അപ്പുറത്തിപ്പുറത്തേങ്ങൾ അടിച്ചു. മാഷാ അല്ലാഹ്, അവസാനം കൊണ്ടുവന്നു സലീമിന്നത്ത് കൊണ്ടുവന്നു. അത് 20ാമത്തെ വയസ്സിലാണ്. സലീമിന്നത്തിലൂടെ 3ാമത്തെ പോയിന്റ് കൂടി ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. ഗ്രീൻ ടീം അക്കൗണ്ട് തുറന്നില്ല. 3 സീറ്റുകളും കരസ്ഥമാക്കിയിരിക്കുകയാണ് ബ്ലൂ ടീം. ഗ്രീൻ ടീമിലുള്ളവർ ഒന്ന് ജാഗ്രത പാലിക്കുക. അങ്ങനെ 3ാമത്തെ പോയിന്റ് സലീമിന്നത്തിലൂടെ പോവുകയാണ്. 20ാമത്തെ വയസ്സിലാണ് ഹർബുൽ ഫിജാർ നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20ാമത്തെ വയസ്സിൽ. ഇനി ഒരു സമസ്തയെക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കാം. സമസ്തയുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം. ഓക്കെ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പ്രചോദനമായ കാര്യവട്ടം സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആരാണ്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പ്രചോദനമായി കാര്യവട്ടം സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആരാണ്? പ്രധാനമായും ആ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ് എന്നാണ് എന്റെ ചോദ്യം. കാര്യവട്ടം സമ്മേളനത്തിൽ
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ആശയത്തിന് പ്രചോദനമായി സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആരാണ് എന്നാണ് എന്റെ ചോദ്യം. മാഷാ അല്ലാഹ്, ബ്ലൂ ടീമിന്റെ കുതിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കൈ തങ്ങൾ തന്നെയാണ്. ഗ്രീൻ ടീമിന്റെ പടനായകൻ അമീർ ഇരിങ്ങല്ലൂർ സാഹിബിലൂടെ ആദ്യ പോയിന്റ് ഗ്രീൻ ടീം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത് ബാഫക്കൈ തങ്ങൾ തന്നെയാണ്. തൊട്ടു പിന്നാലെ സമീർ ബാബു, കെ എം മോൻ, സൈദലവി, സൈക്ക, സാദിഖ് അലി കോട്ടയിൽ, സഞ്ജീർ, പിന്നെ KKS മൂന്നാടി, MK കരിങ്ങപ്പാറ, എല്ലാവർക്കും മബ്രൂക്ക്. അങ്ങനെ പോയിന്റ് പോവുകയാണ്. പിന്നെ ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. 3-4 അല്ല, 3-1. ഷാക്കിർ ഉസ്താദ് 3-1. അപ്പൊ അടുത്ത ചോദ്യം, അടുത്തൊരു GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം GK ഒരു മിനിറ്റ്. ലോകത്തിന്റെ കാപ്പിക്കലവറ എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിന്റെ കാപ്പിക്കലവറ എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിന്റെ കാപ്പിക്കലവറ എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിന്റെ കാപ്പിക്കലവറ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ആൻസർ വന്നില്ല. ഇന്ത്യ ഒന്നുമല്ല, ഇന്ത്യയല്ല, കാപ്പിക്കലവറ. അപ്പൊ ലോകത്തേറ്റവും കാപ്പി ഉൽപാദനം അവിടെ ആയിരിക്കുമല്ലോ. പോരട്ടെ, എല്ലാവർക്കും ആൻസർ വരട്ടെ. അപ്പോൾ പിന്നെ ചോദിക്കുന്ന ആൾക്കൊരു പ്രചോദനം ഉണ്ടാവും. മഷാദ് കൊണ്ടുവന്ന് ഞാൻ വൈകിക്കുന്നില്ല, അത് ആൻസർ വന്നിരിക്കുകയാണ്. ജലീൽ നാദാപുരത്തിലൂടെ ബ്രസീൽ എന്നടിച്ചുകൊണ്ട് ജലീൽ നാദാപുരത്തിലൂടെ ബ്ലൂ ടീമിന്റെ 4ാമത്തെ പോയിന്റ് കൂടി വന്നിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക് ജലീൽ നാദാപുരം. അങ്ങനെ 4 എന്ന മാർജിൻ ആയിരിക്കുകയാണ് ബ്ലൂ ടീമിലേക്ക്, ഗ്രീൻ 1 എന്ന മാർജിനിലും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം അപ്പൊ 4-1 എന്ന രീതിയിലായിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അറബ് സ്ത്രീകളിൽ ഏറ്റവും നല്ല പ്രാസംഗിക ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അറബ് സ്ത്രീകളിൽ ഏറ്റവും നല്ല പ്രാസംഗിക ആരായിരുന്നു? അറബ് സ്ത്രീകളിൽ ഏറ്റവും നല്ല പ്രാസംഗിക ആരായിരുന്നു? ഏതായാലും എ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ടിങ് പേര്. ആത്തിക്കയല്ല, എ വെച്ചുകൊണ്ട് തന്നെയാണ് പേര്. പേരിന്റെ ആദ്യം എ തന്നെയാണ്. ഫുള്ളായി അടിച്ചെങ്കിൽ അത്ര നല്ലതാണ്. ഓക്കെ, ഏതായാലും സാരമില്ല, കൊടുക്കാണ്. ഞാൻ വൈകിക്കുന്നില്ല. ദുൽദുൽ കൊണ്ടുവന്നു. അത് മഹദിയായ അസ്മാ ബിൻത് യസീദുൽ അൻസാരിയ എന്ന് പറയുന്ന മഹദിയാണ്. മാഷാ അല്ലാഹ്. പിന്നെ അത് വ്യക്തമായിട്ട് KV കൂൻലൈൻ കൊണ്ടുവന്നു. ദുൽദുലാണ് ആദ്യം കൊണ്ടുവന്നു ഗ്രീൻ ടീമിലേക്ക്. തൊട്ടു പിന്നാലെ സമീർ ബാബു, പിന്നെ ആസ് ഖത്തർ, എല്ലാവർക്കും ശരിയുത്തരം അടിച്ച എല്ലാവർക്കും അബ്രുഖിന് ഗ്രീൻ ടീമിലേക്ക് 2ാമത്തെ പോയിന്റ് പോകുകയാണ് ദുൽദുൽ എന്ന ഐഡിയിലൂടെ. മാഷാ അല്ലാഹ്, 4-2 എന്ന മാർജിൻ ആയിരിക്കുകയാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം അടുത്ത ഇസ്ലാമിക് തന്നെയാണ്. ഒരു ക്രിസ്തീയ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്തു. ആരാണത്? ഒരു ക്രിസ്തീയ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയെ വിവാഹം ചെയ്തു. എന്നാൽ ആരാണ് ആ മഹദി? ഒരു ക്രിസ്തീയ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിവാഹം ചെയ്തു. എന്നാൽ ആ മഹദി ആരാണ്? ഇല്ല, ആൻസർ വന്നില്ല. ഖദീജ ബീവി ഒഴികെ ബാക്കിയുള്ള അങ്ങനെയൊക്കെ ഇതൊക്കെ ക്ലൂ ആണ്. ഒരു കുട്ടി ഉണ്ടായത് ഇബ്രാഹിം എന്ന കുട്ടി, ഇതൊക്കെ ഒരു ക്ലൂ ആണ്. ഇബ്രാഹിം എന്ന കുട്ടി, ഇതൊക്കെ ഒരു ക്ലൂ ആണ്. തോന്നുന്നല്ല, അതെല്ലാം തോന്നുന്നു. മാഷാ അല്ലാഹ് കൊണ്ടുവന്നു. KM മോൻ മാരിയത്തുൽ ഖബ്തിയ എന്ന ആൻസറുമായി. അത് ശരിയാണെന്നറിയില്ല. ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് പിന്നെ മാരിയത്തുൽ ഖബ്തിയ എന്ന് പറഞ്ഞ മഹദിക്കല്ല അല്ലെ? തെറ്റാണോ? എന്റെ ഒരു ഓർമ്മയാണ്. ശരിയാത് അറിയില്ല. ഏതായാലും പോയിന്റ് പോവുകയാണ്. ഓക്കെ, അതെ, പോയിന്റ് പോവുകയാണ്. KM മോനിലൂടെ ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. തൊട്ടു പിന്നാലെ അമീർ ഇലിങ്ങല്ലൂർ സാഹിബ് ഉണ്ട്. പിന്നെ അതെ അടിമസ്ത്രീയാണ്. ഇസ്ലാം സ്വീകരിച്ചാണ്. എത്തോപ്യ ആണ്, അബ്സീനിയയിൽ നിന്ന് വന്നാണ് തോന്നുന്നു. അപ്പോൾ ക്രിസ്തീയ ആയിരുന്നു ആദ്യം, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചാണ്.
അപ്പൊ 4-3 എന്ന രീതിയിലായിരിക്കാണ്. 1 പോയിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. 4 ബ്ലൂവിലേക്കും 3 ഗ്രീനിലേക്കുമാണ്. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. അപ്പൊ ഇനി എന്റെ അടുത്ത ചോദ്യം ഹിജ്റയുടെ മുമ്പ് മുസ്ലിങ്ങൾക്ക് ജനിച്ച ആദ്യത്തെ കുട്ടി ആരാണ്? ഹിജ്റയുടെ മുമ്പ് മുസ്ലിങ്ങൾക്ക് ജനിച്ച ആദ്യത്തെ കുട്ടി ആരാണ്? ഹിജ്റയുടെ മുമ്പ് മുസ്ലിങ്ങൾക്ക് ജനിച്ച ആദ്യത്തെ കുട്ടി ആരാണ്? ഏതായാലും അബ്ദുല്ലാഹിബിന് സുബൈർ അല്ല. ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോയിക്കോളൂ. അബ്ദുല്ലാഹിബിന് സുബൈർ അല്ല. അപ്പൊ നിങ്ങൾ അടിച്ചോളൂ. അതിലൊരു ക്ലൂ ഉണ്ട്. അബ്ദുല്ലാഹിബിന് സുബൈർ അല്ല. പിന്നെ ആരായിരിക്കും നിങ്ങൾക്ക്? ഞാൻ സുബൈർ അല്ല എന്ന് പറഞ്ഞ ആൾക്ക് അറിയല്ലോ. അബ്ദുല്ലാഹിബിന് സുബൈർ അല്ല. അബ്ദുല്ലാഹിബിൻ വരട്ടെ. യെസ്, ദുൽദുൽ കൊണ്ടുവന്നു. അതെ, അബ്ദുല്ലാഹിബിന് ഉമറാണ്. മാഷാ അല്ലാ, വീണ്ടും ദുൽദുലിലൂടെ ഗ്രീൻ ടീമിലേക്ക് പോയിന്റ് പോകുകയാണ്. അത് അബ്ദുല്ലാഹിബിൻ ഉമർ തന്നെയാണ്. അതിനുശേഷം അടിച്ചു പിന്നെ സൈനുൽ ആബിദീൻ സാഹിബ്. അങ്ങനെ 4-4 എന്ന തുല്യനിലയിലായിരിക്കുകയാണ്. 4-4 എന്ന തുല്യനിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം അടുത്തൊരു സമസ്തയെ കുറിച്ച് തന്നെയാണ്. ഓക്കെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പോഷക ഘടകം ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പോഷക ഘടകം ഏതാണ്? ശരിക്കും ഇതൊക്കെ അടിക്കുമ്പോൾ സ്പെല്ലിംഗ് കറക്റ്റാക്കണേ. അത് തെറ്റിയൊക്കെ അടിച്ചു. എന്താ പറയാ, ഇപ്പം അതിന് കൊടുക്കാല. അതായത് ശരിയ പിന്നെ ഉദ്ദേശം പരിഗണിച്ച് കൊടുക്കുക. ചെറിയ തെറ്റാണ് സാറില്ല. ഏതായാലും ഞാൻ KV കൂനിലേക്ക് കൊടുക്കുക. അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് ശരിയ ആൻസർ. ഞാൻ KV പിന്നെ കൂൻ ലൈൻ എന്ന് പറയുന്ന പിന്നെ ഐഡിയയിൽ വന്ന അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അത് പിന്നെ പോയിന്റ് ഇത് പിന്നെ ഗ്രീൻ ടീമിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അടിച്ച എല്ലാവർക്കും ഓക്കെ, ബാനറിൽ വരും എല്ലാവർക്കും മബ്രൂക്ക്. അങ്ങനെ പോയിന്റ് വീണ്ടും പോകുകയാണ്. ഗ്രീൻ ടീമിലേക്ക് 5ാമത്തെ പോയിന്റ് കൂടി കൊണ്ടുപോയിരിക്കുകയാണ്. 5 ഗ്രീൻ 4 ബ്ലൂ എന്ന രീതിയിലായിരിക്കുകയാണ്. മുകളിൽ ബാനറിലൊന്ന് ചേഞ്ച് ചെയ്യുന്നവരൊന്ന് ചേഞ്ച് ചെയ്യുക, അഡ്മിന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന രാജ്യമാണ്. ഇത് ആഫ്രിക്കയിലാണ്. അതാണ് ക്ലൂ. ഇത് ആഫ്രിക്കയിലാണ്. ഇന്ത്യയൊന്നും അടിക്കണ്ട. ഇത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. തൊട്ടുമുമ്പ് ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഓർമ്മിച്ചവർക്ക് പെട്ടെന്ന് അടിക്കാം. തൊട്ടുമുമ്പ് ഞാൻ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് പറഞ്ഞിരുന്നു വേറൊരു ചോദ്യത്തില്. ഓർമ്മയുള്ളവരടിക്കും. ഒക്കെ അടിച്ചോളൂ. മാഷാ അല്ലാഹ്. അത് ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ സെലീമിനത്ത് കൊണ്ടുവന്നു. എത്തോപ്യ എന്ന് അടിച്ചുകൊണ്ട് അത് എത്തോപ്യയിലാണ്. പോയിന്റ് ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. അങ്ങനെയൊന്നും ഗ്രീൻ ടീമിനെ മുന്നിൽ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5-5 എന്ന മാർജിനിലായിരിക്കുകയാണ്. വെൽഡൻ. അതിനുശേഷം അലീക്കോ അടിച്ചു. പിന്നെ കൊണ്ടുവന്ന് ജലീൽ നാദാപുരം അടിച്ചു. പിന്നെ MM കരിങ്ങപ്പാറ. എല്ലാവർക്കും മബ്രൂക്ക്. അത് എത്തോപ്യ തന്നെയാണ്. അടുത്ത ചോദ്യം ഇസ്ലാമിക് തന്നെയാണ്. അടുത്ത ചോദ്യം. ഖൈബറിൽ വച്ച് ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞു. പിന്നീട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായി. ആരാണവർ? ഖൈബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീ ചീത്ത പറഞ്ഞു. പിന്നീട് നബി തങ്ങളുടെ ഭാര്യയായി. എന്നാൽ ആരാണ് ആ മഹദി? മാഷാ അല്ലാഹ്. അത് സഫിയ ബിൻത് ഹുയയ്യ് തന്നെയാണ്. പോയിന്റ് വീണ്ടും പോകുകയാണ് ഗ്രീൻ ടീമിലേക്ക്. വെളിയമ്പാറ MBM വെളിയമ്പറമ്പ് MTR ആണ് ഗ്രീൻ ടീമിലേക്ക് കൊണ്ടുവന്നത്. സഫിയ ബിൻത് ഹുയയ്യ് തന്നെയാണ്. തൊട്ട് പിന്നാലെ KB കൂൻലൈൻ. പിന്നെ വെളിയമ്പാറ 2 പ്രാവശ്യം അടിച്ചു. ഓക്കെ. സൈനുൽ ആബിദീൻ സാഹിബ്. അങ്ങനെ എല്ലാവർക്കും ശരീരത്തടിച്ച എല്ലാവർക്കും മബ്രൂക്ക്, അഭിനന്ദനങ്ങൾ. 6 പോയിന്റുകൾ ഗ്രീൻ ടീമിലേക്ക് പോയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഗ്രീൻ ടീം 1 പോയിന്റിന് ലീഡ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യം.
മുസ്ലിങ്ങൾക്ക് മദീനയിൽ ആദ്യമായി ഇമാമായി നിസ്കരിച്ച സ്വഹാബി ആരാണ്? മുസ്ലിങ്ങൾക്ക് മദീനയിൽ ആദ്യമായി ഇമാമായി നിസ്കരിച്ച സ്വഹാബി ആരാണ്? മുസ്ലിങ്ങൾക്ക് ആദ്യമായി മദീനയിൽ ഇമാമായി നിസ്കരിച്ച സ്വഹാബി ആരാണ് എന്ന ചോദ്യത്തിന് ആൻസർ അടിക്കുക. തെറ്റിയാൽ സാരമില്ല. അത് മറ്റാരുമല്ല, മിസ്ഹബിനു ഉമൈർ എന്ന ധീര സ്വഹാബി, മുസ്തഫ റസൂലിന്റെ പ്രിയ സ്വഹാബി, മുന്തിയ പ്രതാപത്തിൽ ജനിത്തോരാണേ, മുത്തിസ്ലാം ദീനിനെ കൊതിച്ചോരാണേ. അതെ, മഹാനായ മിസ്ഹബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അത് കൊണ്ടുവന്ന് തിരുവള്ളൂരിലൂടെയാണ് ആദ്യം, പിന്നീട് ദുൽദുൽ അടിച്ചു. അങ്ങനെ ബ്ലൂ ടീമിലേക്കാണ് പോയിന്റ്. ബ്ലൂ ടീമിലേക്കാണ് 6-6 എന്ന മാർജിനായിരിക്കാണ്. മാഷാ അല്ലാഹ്, തുല്യനിലയിലാണ്. ബ്ലൂ ടീമിലേക്ക് പോയിന്റ് പോകുമ്പോൾ 6-6, ഗ്രീൻ 6, ബ്ലൂ 6. ഇത് മഹാനായ മിസ്ഹബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തന്നെ. തൊട്ടു പിന്നാലെ ദുൽദുലും അടിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, എല്ലാം ചോദിക്കാം. അടുത്തത് ഖുർആനെ കുറിച്ച് ചോദ്യം നോക്കുക. ഏത് ദിവസത്തിലെ സുബ്ഹി നിസ്കാരത്തിലെ രണ്ടാം റക്അത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി അൽ ഇൻസാൻ സൂറത്ത് ഓതിയിരുന്നത്? ഏത് ദിവസത്തിലെ സുബ്ഹിയിലെ രണ്ടാമത്തെ റക്അത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഇൻസാൻ എന്ന സൂറത്ത് പതിവായി ഓതിയിരുന്നത് എന്നാണ് എന്റെ ചോദ്യം. യെസ്, മാഷാ അല്ലാഹ്, അത് വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. KB കൂൻലൈൻ ഗ്രീൻ ടീമിന് വേണ്ടി പോയിന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. സിനാൻ കൊണ്ടുവന്നു, സിനാൻ പള്ളിപ്പുറം കൊണ്ടുവന്നു, അതുപോലെ തിരുവള്ളൂർ, എല്ലാവർക്കും, അബു ഷിഫ, സജീർ പിഴിഞ്ഞം, എല്ലാവർക്കും മബ്രൂക്ക്, ആരും തെറ്റിച്ചില്ല. അങ്ങനെ പോയിന്റ് പോകുകയാണ് ഗ്രീൻ ടീമിലേക്ക്. ഗ്രീൻ 7ാമത്തെ പോയിന്റ് കൂടി നേടുകയാണ് ഗ്രീൻ. അടുത്ത ചോദ്യം. ഒരു സ്വഹാബിയുടെ ഖുർആൻ പാരായണം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ സൃഷ്ടിച്ച അള്ളാഹുവിന് സർവസ്തുതി. എന്നാൽ ആ സ്വഹാബി ആരാണ്? ഒരു സ്വഹാബിയുടെ ഖുർആൻ പാരായണം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരെ സൃഷ്ടിച്ച അള്ളാഹുവിന് സ്തുതി. എന്നാൽ ആ സ്വഹാബി ആരാണ്? മാഷാ അല്ലാഹ്, ഈ ഉത്തരമൊക്കെ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മാഷാ. KB കൂൻലൈൻ ഉസ്താദിലൂടെ ഉബയ്യ് ഇബ്നു കഅബ്, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. തിരുവള്ളൂർ അടിച്ചു, പിന്നെ അത് കഅബ് എന്ന് മാത്രമേ അടിച്ചുള്ളൂ. എന്നാൽ ശരിയായി അടിച്ചിട്ടുള്ളത് മുകളിൽ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് എന്ന ശരിയുത്തരം അടിച്ചുകൊണ്ട് ഗ്രീൻ ടീമിലേക്കാണ് 2 പോയിന്റുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, 8 എന്ന മാർജിനായിരിക്കണം. വളരെ നല്ലൊരു ഉത്തരമായിരുന്നു. മബ്രൂക്ക്, അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. 8-6 എന്ന മാർജിനായിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. സമസ്തയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, സമസ്ത കേരള ഇസ്ലാം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? പോരട്ടെ, ആൻസർ പോരട്ടെ. മാഷാ അല്ലാഹ്, വൈകിക്കുന്നില്ല, കൊണ്ടുവന്നിരിക്കുകയാണ്. KM മോനാണ് കൊണ്ടുവന്നത്. പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാറാണ്. ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാറായിരുന്നു. പോയിന്റ് പോകുകയാണ് വീണ്ടും ഗ്രീൻ ടീമിലെ. ഗ്രീൻ ടീം കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. 9 എന്ന മാർജിനായിരിക്കുകയാണ്. 9-6 എന്ന നിലയിൽ ബ്ലൂ ടീമിനെ 3 പോയിന്റുകൾക്ക് പിറകിൽ നിർത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അങ്ങനെ 9-6. അത് പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തന്നെയാണ്. അടുത്ത ചോദ്യം ഞാനൊരു GK ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഓക്കെ, ഇന്ത്യയുടെ മുന്തിരി നഗരം എന്ന് അറിയപ്പെടുന്ന
നഗരം ഏതാണ്? ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? നഗരാണ് ചോദിച്ചത്. നിങ്ങളെ സ്റ്റേറ്റ് നിന്ന് പഠിക്കണം. നഗരം നഗരം എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ആയിരിക്കും. സ്റ്റേറ്റ് നിന്ന് പഠിക്കുക. ഇന്ത്യയുടെ മുന്തിരി നഗരം. ഇതുവരെ ആൻസർ ഒന്നുമില്ല. മഹാരാഷ്ട്രയിലാണ്. അതാണ് ക്ലൂ. മഹാരാഷ്ട്രയിൽ ഒരു അത്യാവശ്യം വലിയ സിറ്റിയാണ്. പിന്നെ കൃഷിക്കാർക്കൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇന്ത്യയുടെ മുന്തിരി നഗരം, ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് എന്നാണ് ചോദിച്ചത്. മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, പോരട്ടെ. ആൻസർ വന്നു. സമീർ ബാബു കൊണ്ടുവന്നു. നാസിക് എന്നടിച്ചുകൊണ്ട്. നാസിക് തന്നെയാണ്. അബൂഷിഫ വൈകിപ്പോയി എന്ന് കളർ മാറ്റുക. കറുപ്പളറിൽ അടിച്ച പോയിന്റ് കിട്ടൂല. അപ്പൊ സമീർ ബാബുവിലൂടെ പോയിന്റ് വീണ്ടും പോവുകയാണ് ഗ്രീൻ ടീമിലേക്ക്. 10 എന്ന മാർജിനായിരിക്കും. 4 പോയിന്റുകൾക്കാണ് ബ്ലൂ ടീം പിന്നിൽ നിൽക്കുന്നത്. ബ്ലൂ ടീമിലുള്ളവർ ഒന്ന് ജാഗ്രത പാലിക്കുക, ചാർജ് ചെയ്യുക. 10 എന്ന ഫിഗറിലേക്ക് എത്തിയിരിക്കുകയാണ് സമീർ ബാബുവിലൂടെ. നാസിക് തന്നെയാണ്. അടുത്ത ചോദ്യം. നിസ്കാരത്തിന്റെ ഫർളുകളിൽ ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? നിസ്കാരത്തിന്റെ ഫർളിന്റെ ഫർളിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്ത് ഏതാണ്? നിസ്കാരത്തിന്റെ ഫർളുകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്ത് ഏതാണ്? ഫാത്തിയെന്ന് അടിക്കുന്ന ഫാത്തിയെന്ന് ഉത്തരം ശരിയായി വരുമെന്ന് അറിയില്ല എനിക്ക്. ഓക്കെ, അത് പിന്നെ എന്റെ ബുക്കിൽ ഇത് കാണുന്നത് സൂറത്ത് സജദയാണ്. അപ്പൊ പോയിന്റ് പോകുകയാണ് ഫലാഫലയിലൂടെ. അപ്പൊ അതിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ സജദ എന്ന് അടിച്ചുള്ളത് ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. പിന്നെ ബ്ലൂ ടീമൊക്കെ അടിച്ചുകൊണ്ട് ഗ്രീൻ ടീമാണ് ആദ്യം കൊണ്ടുവന്നത്. അസജദയാണ്. അപ്പൊ പിന്നെ പോയിന്റ് പോകുകയാണ് പിന്നെ ഗ്രീൻ ടീമിലേക്ക്. ഗ്രീൻ 5 പോയിന്റുകൾക്ക് മുമ്പിലാണ്. 11-6. ബ്ലൂവിൽ എന്താ ആരുമില്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, എല്ലാവരും ഗ്രീൻ ആയോ? അതെ. അടുത്ത ചോദ്യം. ഓക്കെ, ദത്തുപുത്ര സമ്പ്രദായം ദുർബലപ്പെടുത്തിയ സൂറത്ത് ഏതാണ്? ഈ സൂറത്തിന് വേറെയും പേരുണ്ട്. ഈ സൂറത്ത് 1-2 പേരിൽ അറിയപ്പെടുന്നതാണെന്ന് തോന്നുന്നു. അതാണ് ക്ലൂ. ദത്തുപുത്ര സമ്പ്രദായം ദുർബലപ്പെടുത്തിയ സൂറത്ത് ഏതാണ്? ആൻസർ വന്നില്ല. ക്ലൂ ഞാൻ പറഞ്ഞല്ലോ. ഈ സൂറത്തിന് വേറെയും വേറെ ഒരു പേരുണ്ട്. യുദ്ധവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ക്ലൂ ഒക്കെ തെറ്റിയാൽ ക്ഷമിക്കണേ. ചെറിയ അറിവേ ഉള്ളൂ. അത് വെച്ചൊരു ഇത് വെച്ച് പറയാണ്. അപ്പൊ തെറ്റിയാള് നിങ്ങൾ ക്ഷമിക്കണം. മാഷാ അല്ലാഹ് കൊണ്ടുവന്നു. ദുൽദുൽ ഉസ്താദിലൂടെ. അത് സൂറത്തുൽ അഹ്സാബ് തന്നെയാണ്. തൊട്ട് പിന്നാലെ അഷ്റഫ് ML അഹ്സാബ് എന്നടിച്ചു. ഗ്രീൻ ടീമിലേക്കാണ്. അഷ്റഫ് MLന്റെ പരിശ്രമം വിജയിച്ചില്ല. വൈകിപ്പോയി. അഹ്സാബ് തന്നെയാണ്. പോയിന്റ് പോകുകയാണ് ബ്ലൂ ടീമിലേക്കാണ് പോയിന്റ്. മാഷാ അല്ലാഹ് മബ്രൂക്ക്. അല്ല, ബ്ലൂ അല്ല, ഗ്രീൻ ടീമാണ്. ഗ്രീൻ 12 ആയിരിക്കുകയാണ്. 6 പോയിന്റുകൾക്കാണ് മുമ്പിൽ. അപ്പൊ ബ്ലൂ ടീം ഉറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ കുതിപ്പ് കാണുന്നില്ല. അടുത്ത ചോദ്യം. അടുത്ത സമസ്തയെക്കുറിച്ച് ചോദിക്കും. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു സജീവമായിട്ടുള്ള ഒരു ഉസ്താദുണ്ട്.
വ്യക്തിയുണ്ട്, നല്ല കഴിവുള്ള അദ്ദേഹത്തിന്റെ പേരാണ്. അതാണ് ക്ലൂ. പോരട്ടെ, ശരിക്കടിച്ചാൽ അത്രയായി. ഏതായാലും ഞാൻ പോയിന്റ് തരും. ഒക്കെ അത് വഹിക്കുന്നില്ല. KP ഉസ്മാൻ സാഹിബാണ്. KP ഉസ്മാൻ സാഹിബ് എന്നടിച്ച് സജീർ വിഴിഞ്ഞമിലൂടെ ബ്ലൂ ടീമിലേക്ക് അല്പനേരത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്ലൂ ടീം പോയിന്റ് കൊണ്ടുപോയിരിക്കുകയാണ്. KP ഉസ്മാൻ സാഹിബാണ്. അങ്ങനെ 7ാമത്തെ പോയിന്റ് ബ്ലൂ ടീം കരസ്ഥമാക്കിയിരിക്കുകയാണ് സജീർ വിഴിഞ്ഞത്തിലൂടെ. KP ഉസ്മാൻ സാഹിബ് എന്നടിച്ചുകൊണ്ട് മാഷാ അല്ലാ, വെറും ഉസ്മാനെ അടിച്ചുള്ളൂ. ഏതായാലും ഞാൻ പോയിന്റ് കൊടുക്കാണ്. ക്ലൂ കേട്ടിട്ടാണോ എന്ന് അറിയില്ല. ഏതായാലും ആൻസറിന് പോയിന്റ് തരികയാണ്. 7-12, 7 ബ്ലൂ 12 ഗ്രീൻ എന്ന രീതിയിലായിരിക്കാണ്. അടുത്ത ചോദ്യം, അടുത്തൊരു GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ ഊട്ടി. മുന്നാറൊന്നല്ല. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം. അതെ, മിനി ഊട്ടി എന്ന് പറയാ, കേരളത്തിലെ ഊട്ടി എന്ന് പറയാ. കേരളത്തിലുള്ള ഊട്ടി. കേരളത്തിൽ വേറെ ഊട്ടിയില്ലല്ലോ. കൊടികുത്തിമല മലപ്പുറം ജില്ലയിലെ ഊട്ടിയാണ്. കൊടികുത്തിമല. റാണിപുരം കാസർഗോഡ് ജില്ലയുടെ ഊട്ടിയാണ്. അതുപോലെ കേരളത്തിന്റെ ഊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞാൻ ക്ലൂ തരാം. പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ ഏക ഓറഞ്ച് തോട്ടമുള്ള സ്ഥലം അത് മാത്രമാണ്. മലമ്പുഴ ഒന്നുമല്ല. നിങ്ങളെ ഭാഗത്ത് നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ, എല്ലാവർക്കും അറിയും. മാഷാ അല്ലാ, അവസാനം വന്നു നെല്ലിയാമ്പതി എന്നടിച്ചുകൊണ്ട് സമീർ ബാബു കൊണ്ടുവന്നു. നെല്ലിയാമ്പതി തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. 13ാമത്തെ പോയിന്റ് കൂടി കൊണ്ടുപോയിരിക്കുകയാണ്. നെല്ലിയാമ്പതി എന്നടിച്ചുകൊണ്ട് ഗ്രീൻ ടീമിലേക്ക് സമീർ ബാബു, മബ്രൂക്ക്. അപ്പോ വെൽഡൺ. അടുത്തത് ഞാൻ വീണ്ടും ഇസ്ലാമിക് ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരിക്കൽ മാത്രം സൂര്യപ്രകാശം ഏറ്റ ഭൂമി ഏതാണ്? ആ പ്രദേശം അല്ലെങ്കിൽ ആ സ്ഥലം. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരിക്കൽ മാത്രം സൂര്യപ്രകാശമേറ്റ ആ സ്ഥലം. ഒരു ചരിത്രം മനസ്സിലാക്കിയാൽ അതിൽ ക്ലൂവുണ്ട്. ഒരിക്കൽ മാത്രം സൂര്യപ്രകാശമേറ്റ ഭൂമി ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ നെയിലിൽ നിന്ന് അടിച്ചാൽ കൊടുക്കാല്ലേ? അപ്പൊ നെയിൽ അടിച്ചാൽ കൊടുക്കണം. അങ്ങനെ ഇപ്പൊ അത് വിശദമായിട്ട് അഷ്റഫ് ML അടിച്ചിരുന്നു. അത് മൂസാ നബിയും ജനതയും വടി കൊണ്ടടിച്ചപ്പോൾ നദി 2ആയി വളർന്ന് ആ നടുക്കലേ കൂടി പോയില്ലേ? അപ്പോൾ ഒരിക്കൽ മാത്രം. ഓക്കെ, നെയിലിന് കൊടുക്കണ്ടേ? അയ്യോ, ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കൂല. കുറച്ച് കഴിഞ്ഞ് ഒന്ന് PM അടിക്കുക, കാരണം ഇപ്പം ശ്രദ്ധ തെറ്റും. ഓക്കെ, ഞാൻ ഏതായാലും അത് പോയിന്റ് കുറവല്ല. അഷ്റഫ് MLന് കൊടുക്കുകയാണ് ബ്ലൂ ടീമിലേക്ക്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമും ജനതയും കടന്നു വടി കൊണ്ടടിച്ചപ്പോൾ പെടുന്ന നെയിലിന്റെ ഭാഗമാണ്. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ പോയിന്റ് ഞാൻ ബ്ലൂവിന് കൊടുക്കാണ്. ബ്ലൂ അട്ടായിരിക്കാണ്. അടുത്ത ചോദ്യം. ഓക്കെ, കിണറിൽ എറിയപ്പെടുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വയസ്സ് എത്രയാണ്? ഒരാൾ മൈക്ക് വേണമെന്ന് പറഞ്ഞു. അമീർ സാഹിബ് ഒരാൾ മൈക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു പറോക്ക് എന്നുള്ള ഐഡിയയിലുള്ള ഒരാൾ മൈക്ക് വേണമെന്ന് പറയുന്നു. അമീർ സാഹിബ് ഒന്ന് ബന്ധപ്പെടുക. അർജന്റ് ആണെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോ മൈക്ക് റിലീസ് ചെയ്യാം. അമീർ സാഹിബായിട്ട് ബന്ധപ്പെടുക. ഫറോക്ക് എന്ന ഐഡിയുള്ള മാനിദ്ദേഹം. ആരും പഠിച്ചു? 14 എന്നാരും പഠിച്ചോ? ഇനി അടിക്കണ്ട. 14 എന്നാരും പഠിച്ചോ? 14. ഞാൻ PM-ലായി പോയി. 14 എന്നാരെങ്കിലും അടിച്ചോ? ഇല്ലെന്ന് തോന്നുന്നില്ല. ഇല്ല. ഇത്രയൊക്കെ ആൻസർ വന്നിട്ട് ആരും അടിച്ചില്ല. ആ റൈസിൽ മോൻ ലാസ്റ്റ് അടിക്കുക വർക്കേഷം. ഓക്കെ, അപ്പൊ ആർക്കും പോയിന്റ് ഇല്ല. 14 ആണ്. മെല്ലെ അടിച്ചു വെക്ക. 14.
അടുത്ത ചോദ്യം. ഫറോക്ക് അമീർ സാഹിബ്, ഫറോക്ക് എന്ന് പറയുന്ന ഐഡിയയിലുള്ള എന്ത് ഫൊറാക്ക് എന്ന് പറയുന്ന ഐഡിയയിലുള്ളവർ ഒന്ന് മൈക്കിന് വേണ്ടി ലൈവ് ആണ് എന്തുകൊണ്ടെന്ന് പറയുന്നു. അമീർ സാഹിബ് ഒന്ന് പറഞ്ഞാല്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു മിനിറ്റ്, അമീർ സാഹിബിനൊന്ന് PM ചെയ്തോട്ടെ. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാണ്. ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ആരാണ്? ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ആരാണ്? ഞാൻ ഉസ്താദൊന്നുമല്ല കേട്ടോ, ഷാക്കിർ ഉലൂം ഉസ്താദ്. ഉസ്താദെന്ന് വിളിച്ചിട്ട് എന്റെ ഉസ്താദന്മാരെ വില കളയരുത്, ഉസ്താദൊന്നുമല്ല. മാഷാ അല്ലാഹ് കൊണ്ടുവന്നിരിക്കുകയാണ് ദുൽദുൽ എന്ന ഐഡിയിലൂടെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. മാഷാ അല്ലാഹ് ഇദ്രീസ് നബി അലൈഹിസ്സലാം തന്നെയാണ്. അഫ്സൽ കൊണ്ടുവന്നു. എല്ലാവർക്കും ശരീരത്തിലടിച്ച എല്ലാവർക്കും മബ്രൂക്ക്. അങ്ങനെ പോയിന്റ് പോവുകയാണ് ഗ്രീൻ ടീമിലേക്ക്. ഗ്രീനിന്റെ കുതിപ്പ് തടയാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 14 പോയിന്റുകൾ നേടി 6 പോയിന്റുകൾക്ക് മുമ്പിലാണ്. ഇനി ഒരു സമസ്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്. സമസ്തയോടെ ബന്ധപ്പെട്ട്. ഓക്കെ, പ്രസിഡന്റും സെക്രട്ടറിയും ചോദിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ഖജാൻജി ആരായിരുന്നു? ട്രഷറർ ആരായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ഖജാൻജി ആരായിരുന്നു, അല്ലെങ്കിൽ ട്രഷറർ ആരായിരുന്നു? മാഷാ അല്ലാഹ്, മറ്റാരുമല്ല മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തന്നെയാണ്. അഷ്റഫ് MLയിലൂടെ ബ്ലൂ ടീമിലേക്ക് പോയിന്റ് പോവുകയാണ്. തൊട്ടു പിന്നാലെ M ഷാഫി മലപ്പുറത്തിലൂടെ പോവുകയാണ്. എല്ലാവരും ശരിയുത്തരം അടിച്ചു. KM മോൻ ശരിയുത്തരം അടിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ പോവുകയാണ്. ബ്ലൂ ടീമിലേക്കാണ് പോയിന്റ് പോകുന്നത്. ബാഫഖി തങ്ങൾ തന്നെയാണ്. ബ്ലൂ 9 എന്ന രീതിയിലായിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഒരു GK ആണ്. പ്രസിദ്ധമായ പൈതൽ മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? പ്രസിദ്ധമായ പൈതൽ മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആ ജില്ലക്കാരൊക്കെ പെട്ടെന്ന് അടിക്കും. പ്രസിദ്ധമായ പൈതൽ മല കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ചോദ്യം കേട്ടില്ല. സിനാൻ പള്ളിപ്പുറം. മാഷാ അല്ലാഹ് കൊണ്ടുവന്നു. കണ്ണൂർ ജില്ല തന്നെയാണ്. അത് അബു ഷിഫ ആൻഡ് അബു സ്വാലി കൊണ്ടുവന്നു. ബ്ലൂ ടീമിലെ കണ്ണൂർ ജില്ല തന്നെയാണ് പൈതൽ മല. അപ്പൊ പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ ബ്ലൂ ടീം 10 എന്ന രീതിയിലായിരിക്കണം, 10 എന്ന മാർജിനായിരിക്കണം. 4 പോയിന്റിന്റെ വ്യത്യാസത്തിലായി പോയിന്റ് നില കുറച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഞാൻ ഇസ്ലാം തന്നെ ഒരു പ്രവാചകന്റെ വിവാഹ കഥ ഖുർആനിലുണ്ട്, എന്നാൽ ആ പ്രവാചകൻ ആരാണ്? ഒരു പ്രവാചകന്റെ വിവാഹ കഥ ഖുർആനിലുണ്ട്, എന്നാൽ ആ പ്രവാചകൻ ആരാണ്? ഏത് പ്രവാചകന്റെ വിവാഹ കഥയാണ് ഖുർആനിലുള്ളത്? റൈസൽ മോന് ആ കറുപ്പ് കളർ മാറ്റുക. ഏത് പ്രവാചകന്റെ വിവാഹ കഥയാണ് ഖുർആനിൽ ഉള്ളത് എന്നതാണ് എന്റെ ചോദ്യം. മാഷാ അല്ലാഹ്, ഹൈദർ എൻ കെ മേൽമുറിയുടെ ബ്ലൂ ടീമിലേക്ക് പോവുകയാണ് പോയിന്റ്. അത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തന്നെയാണ്. തൊട്ടു പിന്നാലെ അലീക്കോ അടിച്ചു. അതുപോലെ തന്നെ സജീർ വിഴിഞ്ഞം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, മബ്രൂക്ക്. അങ്ങനെ ബ്ലൂ ടീം 1 പൊൻതൂവൽ കൂടി നേടിയിരിക്കണം. 11-14 എന്ന മാർജിനായിരിക്കണം. വെറും 3 പോയിന്റുകൾക്ക് മാത്രമാണ് വളരെ പിന്നിലായിരുന്ന ബ്ലൂ ടീം ഇപ്പോൾ നിലകൊള്ളുന്നത്. വെൽഡൺ. അപ്പോ അടുത്ത ചോദ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാറക്കഷ്ണം തലയിലിട്ട് വധിക്കാൻ ശ്രമിച്ച ജൂതന്റെ പേരെന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാറക്കഷ്ണം തലയിലിട്ട് വധിക്കാൻ ശ്രമിച്ച ജൂതന്റെ പേരെന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്റെ പേരാണ്. അബൂജഹൽ ജൂതനല്ലല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലേക്ക് പാറക്കഷ്ണം എറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച ജൂതന്റെ പേരെന്താണ്? ഓക്കെ, ആ ജൂത ഏജന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ കാരണങ്ങളും ഉണ്ട്.
ഏതായാലും നമ്മുടെ പിന്നെ അബൂജഹലിന്റെ യഥാർത്ഥ പേരുമായിട്ട് ചെറിയ സാമ്യമുണ്ട്. അബൂജഹലിന്റെ യഥാർത്ഥ പേരുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ആ ഒരു പേരിലാണ് തുടങ്ങുന്നത്. അമ്രുബിന് വാ മാഷാ അല്ലാ അബൂ ഷിഫ അമ്രുബിന് ജഹ്ഷ് തന്നെയാണ്. അമ്രുബിന് ജഹ്ഷ് എന്നടിച്ചുകൊണ്ട് മാഷാ അല്ലാ അബൂ ഷിഫയിലൂടെ അമ്രുബിൻ ഹിഷാമല്ലേ അബൂജഹല, അമ്രുബിൻ ജഹ്ഷ് എന്നടിച്ചുകൊണ്ട് പിന്നെ 12ാമത്തെ പോയിന്റ് കൂടി ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. മാഷാ അല്ലാ മബ്റൂക്ക് മബ്റൂക്ക് മബ്റൂക്ക്. നല്ലൊരു ആൻസർ ആയിരുന്നു. 12-14. അങ്ങനെ ബ്ലൂ ടീമാണ് ഇപ്പോൾ പിന്നെ ഉഷാറാവുന്നത്. അപ്പൊ ഗ്രീൻ ടീം തളർന്നോ? എനർജി ഡ്രിങ്കൊക്കെ കുടിച്ച് വാ. അടുത്ത ചോദ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അവസാനമായി നിസ്കരിച്ച നിസ്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി നിസ്കരിച്ച നിസ്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി നിസ്കരിച്ച നിസ്കാരം ഏത് എന്ന ചോദ്യത്തിന് മാഷാ അല്ലാ ബ്ലൂ ടീമിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ് MLയിലൂടെ സുബഹി തന്നെയാണ്, സുബഹി നിസ്കാരം തന്നെയാണ്. തൊട്ടു പിന്നാലെ ദുൽദുൽ അടിച്ചു. അതുപോലെ തന്നെ സലാം ഹാജി. എല്ലാവർക്കും മബ്രൂക്ക്. ശരീഅത്ത് അടിച്ച എല്ലാവർക്കും മബ്രൂക്ക്. പോയിന്റ് കോസ്റ്റ് ബ്ലൂ ടീം ബ്ലൂ 13 എന്ന രീതിയിലായിരിക്കാണ്. വെറും 1 പോയിന്റിന് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. മാഷാ അല്ലാ മബ്രൂക്ക്. അപ്പോ അടുത്ത ചോദ്യം അടുത്ത സമസ്തയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകരിച്ച മദ്രസയാണ് ബയാനുൽ ഇസ്ലാം മദ്രസ. ഈ ബയാനുൽ ഇസ്ലാം മദ്രസ ഏത് ജില്ലയിലായിരുന്നു? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകരിച്ച മദ്രസയാണ് ബയാനുൽ ഇസ്ലാം മദ്രസ. എന്നാൽ ഇത് ജില്ല ഏതാണ്? സ്ഥലം പറഞ്ഞാലും നിങ്ങൾ അടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ജില്ല ചോദിച്ചു. മാഷാ അല്ലാ, അത് ആർക്കും സംശയമില്ല, മലപ്പുറം ജില്ലയാണ്. കേരള മുസ്ലിങ്ങളുടെ ആസ്ഥാനമായ മലപ്പുറം ജില്ല തന്നെയാണ്. അഷ്റഫ് MLയിലൂടെ വീണ്ടും ബ്ലൂ ടീമിലേക്കാണ് പോകുന്നത്. 14-14 ആയിരിക്കാണ്. 6 പോയിന്റുകൾക്ക് പിന്നിൽ നിന്ന ബ്ലൂ ടീം തുടർച്ചയായി 6 പോയിന്റുകൾ നേടി പിന്നെ ഗ്രീൻ ടീമിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറം തന്നെയാണ്. തൊട്ടു പിന്നാലെ KV കൂനിലെയും കൊണ്ടുവന്നു ഗ്രീൻ ടീമിന്. പക്ഷെ വൈകിപ്പോയി. മലപ്പുറം നടിച്ച എല്ലാവർക്കും മബ്രൂക്ക്. 14-14 ആയിരിക്കുകയാണ്. തുല്യനിലയിലായിരിക്കുകയാണ്. മാഷാ അല്ലാ മബ്രൂക്ക്. അടുത്തത് ഒരു പിന്നെ GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? അല്ല, തവണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉപമുഖ്യമന്ത്രിയായ വ്യക്തി അത് സലാം ഹാജി കൊണ്ടുവന്നു. നഹാ സാഹിബ് തന്നെയാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബ്ദുൾ റബ്ബ് സാഹിബിന്റെ വാപ്പയായ ഔക്കാദിർ കുട്ടി നഹാ സാഹിബ് തന്നെയാണ്. പോയിന്റ് കോസ്റ്റ് ബ്ലൂ ടീം. തൊട്ടു പിന്നാലെ സമീർ ബാപ്പു. വൈകിപ്പോയി. ബ്ലൂ ടീം അങ്ങനെ ലീഡ് ചെയ്യുകയാണ്. 15ാമത്തെ പോയിന്റ് കൂടി ബ്ലൂ ടീം നേടിയിരിക്കുകയാണ്. ഗ്രീനിലുള്ളവർ പിന്നെ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. 15 പോയിന്റ് ആയിരിക്കാണ് ബ്ലൂ ടീം. വെല്ലുവിളി സ്വീകരിക്കുക ഗ്രീൻ ടീം. അപ്പോ അടുത്ത ചോദ്യം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ്. എല്ലാവർക്കും ബ്ലൂവിലേക്ക് മാറാം. ഇല്ല ബ്ലൂ. ഓക്കെ, മനുഷ്യൻ അക്ഷമനായി അത്യാർത്തിയുള്ളവനായാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഖുർആൻ പറയുന്നു, ഒരു വിഭാഗം ഒഴികെ. ഏതാണ് ആ ഒരു വിഭാഗം? മനുഷ്യൻ അക്ഷമനായി അത്യാർത്തിയുള്ളവനായാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഖുർആൻ പറയുന്നു, ഒരു വിഭാഗം ഒഴികെ. ഏതാണ് ആ വിഭാഗം? ചോദ്യം മനസ്സിലായില്ലേ? മനുഷ്യൻ അക്ഷമനായ അത്യാർത്തിയുള്ളവനായാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നു. ഏതാണ് ആ വിഭാഗം എന്നാണ് എന്റെ ചോദ്യം. വിശ്വസിച്ചവരല്ല, ഒരു പിന്നെ ഇബാദത്ത് കൂടുതൽ ചെയ്യുന്നവരാണ്. ഏത് ഇബാദത്താണെന്ന് പറഞ്ഞാൽ മതി. ഏത് ഇബാദത്താണെന്ന് പറഞ്ഞാൽ മതി. ഇത് അസർ വാങ്ങി കൊടുക്കുമ്പോൾ തീരും. PM അടിക്കല, ഇടക്കുന്ന ആര് PM അടിക്കല, കാരണം എനിക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല.
മുസ്ലിം, നോമ്പുകാർ, തഖ്വ, നോമ്പ്, നിസ്കാരം. അത് നിസ്കാരക്കാരാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. നിസ്കാരക്കാരാണ്. അബൂ ഷിഫയാണ് കൊണ്ടുവന്ന് ഗ്രീൻ ടീമിലേക്ക്. അങ്ങനെ തുല്യനിലയിലായിരിക്കണം. 15-15 ആയിരിക്കുകയാണ്. നിസ്കാരക്കാരാണ്. റൈസിൽ മോനും കൊണ്ടുവന്നു, KM മോൻ കൊണ്ടുവന്നു. ശരീരത്തിലടിച്ച എല്ലാവർക്കും മബ്രൂക്ക്. ഓക്കെ, എനിക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. കഴിയുമല്ലോ ടൈപ്പ് ചെയ്യാൻ കഴിയും. ഡോട്ടൊന്നുമില്ലല്ലോ. ഡോട്ടുണ്ടോ? IKP 100. അദ്ദേഹത്തിന് ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നു പറഞ്ഞു കൊടുത്ത്. ആരെങ്കിലും ഒരാൾ പറ. IKP ഈ കൈപൊക്കിയിട്ടുള്ള ആർക്ക്? സൂറത്ത് അൽ ഖലമിൽ പറഞ്ഞ ജീവി ഏതാണ്? സൂറത്ത് അൽ ഖലമിൽ പറഞ്ഞ ജീവി ഏതാണ്? സൂറത്ത് അൽ ഖലമിൽ പറഞ്ഞ ജീവി ഏതാണ്? ഓക്കെ, അത് ശരി, ഡോട്ടായിരുന്നല്ലേ. സൂറത്ത് അൽ ഖലമിൽ പറഞ്ഞ ജീവി ഏതാണ്? മനുഷ്യനല്ല. സൂറത്ത് അൽ ഖലമിൽ പറഞ്ഞ ജീവി ഏതാണ്? ഹൂത്ത്. മാഷാ അല്ലാഹ്, മീൻ തന്നെയാണ്. KV കൂൺലൈനിലൂടെ മനോഹരമായ ആൻസർ വന്നിരിക്കുകയാണ്. ഗ്രീൻ ടീമിലേക്ക് മീൻ തന്നെയാണ്, മത്സ്യം തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. അങ്ങനെ ഗ്രീൻ 16 എന്ന രീതിയിൽ 1 പോയിന്റിന് ലീഡ് ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്. അപ്പോ മബ്രൂക്ക്. ഇനി അടുത്ത ചോദ്യം 16-15 എന്ന രീതിയിലായിരിക്കുകയാണ്. സൂറത്ത് അലക്കന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ്? സൂറത്ത് അലക്കന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണത്? സൂറത്ത് അലക്കന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണത്? സൂറത്ത് അലക്കന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണ് ആ പേര് എന്നാണ് എന്റെ ചോദ്യം. വരട്ടെ, ഉത്തരങ്ങൾ വരട്ടെ. ആൾക്കാരെ കുറഞ്ഞോ? ഉത്തരങ്ങൾ വരുന്നില്ലല്ലോ. മാഷാ അല്ലാഹ് കൊണ്ടുവന്നു. ആദ്യം തന്നെ അത് ഇഖ്റ തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. ദുൽദുൽ എന്ന ഐഡിയിലൂടെ പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. ഗ്രീൻ 17 എന്ന രീതിയിലായിരിക്കാണ്. മാഷാ അല്ലാഹ് മബ്രൂക്ക്. 17 ആയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. 17ാമത്തെ പോയിന്റ് 2 പോയിന്റുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യം ഞാൻ ഒരു സമസ്ത ചോദ്യം ചോദിക്കുകയാണ്. അടുത്ത ചോദ്യം ഏതു വർഷത്തിലാണ് സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ചത്? ഏതു വർഷത്തിലാണ് സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ചത്? ഏതു വർഷത്തിലാണ് സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ചത്? സമസ്ത പൊതുപരീക്ഷ ആരംഭിച്ച വർഷം ഏതാണ്? എല്ലാവരും അടുത്തുണ്ട് കേട്ടോ. എല്ലാവരും അടുത്തുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എത്തിയില്ല അവിടേക്ക്. മാഷാ അല്ലാഹ്. സജീർ വിഴിഞ്ഞം 1959 എന്നടിച്ചുകൊണ്ട് മനോഹരമായ ആൻസറുമായി ബ്ലൂ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പോയിന്റ്. വെൽഡൻ മബ്രൂക്ക് സജീർ വിഴിഞ്ഞം. അത് 1959 തന്നെയാണ്. MM കരിങ്ങപ്പാറ. വെൽഡൻ. അപ്പൊ 16ാമത്തെ പോയിന്റ് കൂടി ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. 1 പോയിന്റ് മാത്രമാണ് ഇപ്പോൾ പിന്നിലുള്ളത്. അത് മറ്റൊന്നുമല്ല, 1959 തന്നെയാണ്. ഓക്കെ, വെൽഡൻ. അടുത്തത് എന്റെ ഒരു GK ക്വസ്റ്റ്യൻ ആണ്. വലൈക്കും അസ്സലാം. NP അബൂബക്കർ കൊണ്ടോട്ടി സാഹിബ്. GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ജനസംഖ്യയല്ല, ജനസാന്ദ്രത. തിങ്ങി താമസിക്കുന്നതെന്നാണ് അതിന്റെ പൊരുള്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ജനസംഖ്യയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ കുറെ സ്ഥലത്ത് കുറെ ആൾക്കാർ, അങ്ങനെയല്ല. ചെറിയ സ്ഥലത്ത് കൂടുതൽ ആൾക്കാർ, അങ്ങനെയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ഏറ്റവും മാഷാ അല്ലാഹ് കൊണ്ടുവന്ന IKP കൊണ്ടുവന്ന ആലപ്പുഴയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ ആലപ്പുഴയാണ് ജനസാന്ദ്രത കൂടുതൽ. പോയിന്റ് കോസ്റ്റ് ബ്ലൂ ടീമിലേക്കാണ്. സിറ്റി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയാണ് ജനസാന്ദ്രത കൂടുതൽ. പക്ഷെ ജില്ലാ അടിസ്ഥാനത്തിൽ ആലപ്പുഴയാണ്. അപ്പൊ പോയിന്റ് കോസ്റ്റ് ബ്ലൂ ടീമിലേക്കാണ്. 17-17 ആയിരിക്കാണ്. വെൽഡൺ. മാഷാ അല്ലാഹ്. അടുത്ത ചോദ്യം
വീണ്ടും ഇസ്ലാമിക് ചോദ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. അടുത്ത് ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ അവസാനം മരണപ്പെട്ടത് ആരാണ്? പോരട്ടെ. മാഷാ അല്ലാഹ്, കൊണ്ടുവന്നിരിക്കുകയാണ്. ദുൽദുൽ ഉസ്താദ് കൊണ്ടുവന്നു. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ തന്നെയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീമിലേക്ക് പോവുകയാണ്. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ തന്നെയാണ്. മനോഹരമായ ആൻസർ ആയിരുന്നു. ദുൽദുൽ എന്ന ഐഡിയയിലൂടെ മാത്രമാണ് ആൻസർ വന്നത്. 18 എന്ന രീതിയിൽ 1 പോയിന്റിന് ലീഡ് ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അപ്പോ അടുത്ത ചോദ്യം, ഓക്കെ. യൂസുഫ് സൂറത്തിലല്ലാതെ യൂസുഫ് നബിയെ പരാമർശിച്ച ഏക സൂറത്ത് ഏതാണ്? യൂസുഫ് സൂറത്തിലല്ലാതെ യൂസുഫ് നബിയെ പരാമർശിച്ച ഏക സൂറത്ത് ഏതാണ്? യൂസുഫ് സൂറത്തിലല്ലാതെ യൂസുഫ് നബിയെ പരാമർശിച്ച ഖുർആനിലെ ഏക സൂറത്ത് ഏതാണ്? ഇല്ല, ആൻസർ ഒന്നില്ല. ഇതുവരെ വന്നില്ല. ഇല്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജി കൊണ്ടുവരും. ജി ഇംഗ്ലീഷിൽ വരുമ്പോൾ ജി കൊണ്ടാണ് ആരംഭിക്കുക. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മലയാളത്തിലാണ് ഗാനത്തിന്റെ ഗ. മാഷാ അല്ലാഹ്, ഷിഹാബ് കൊണ്ടുവന്നു. ഷിഹാബ് ബ്ലൂ ടീമിലേക്ക്. അത് ഗാഫിർ തന്നെയാണ്. അത് ഷിഹാബ് കൊണ്ടുവന്നു. പോയിന്റ് ഗോസ്റ്റ് ബ്ലൂ ടീം. തൊട്ട് പിന്നാലെ സലീം മിന്നത്ത് കൊണ്ടുവന്നു. അത് പിന്നെ പോയിന്റ് ബ്ലൂ ടീമിലേക്കാണ്. അങ്ങനെ 18 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാതെ കട്ടക്ക് കട്ട പിന്നെ പോയിന്റാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 18 ആയിരിക്കുകയാണ്. വെൽഡൻ. മനുഷ്യരിൽ ആദ്യമായി ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയത് ആരാണ്? മനുഷ്യരിൽ ആദ്യമായി ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയത് ആരാണ്? മനുഷ്യരിൽ ആദ്യമായി ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയത് ആരാണ്? മാഷാ അല്ലാഹ്, മറ്റാരുമല്ല, നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മഹാനവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെയാണ് ഖുർആൻ അവതരിച്ചതും അതുകൊണ്ട് തന്നെ ആദ്യമായി ഹൃദ്യസ്ഥമാക്കിയതും നബി തങ്ങൾ തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. അങ്ങനെ ഗ്രീൻ ടീമിലേക്കാണ്. അമീർ ഇരിങ്ങല്ലൂർ സാഹിബിലൂടെ തൊട്ടു പിന്നാലെ ദുൽദുൽ ആൻഡ് സജീർ വിഴിഞ്ഞം, അഷ്റഫ് എം എൽ, എല്ലാവർക്കും മബ്രൂക്ക്. ഓക്കെ, പോയിന്റ് ഗോസ് ടു റെഡ് ടീം, ഗ്രീൻ ടീം. വെൽഡൺ അമീർ ഇരിങ്ങല്ലൂർ സാഹിബ്. അപ്പൊ ഇനി സമസ്തയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാം. സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അന്നാം സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. ഏതായാലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താം ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട്. അന്നാം സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നു. സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഒന്നില്ല, ആൻസർ ഒന്നില്ല. സമസ്താലയം സ്ഥാപിക്കപ്പെട്ട വർഷം ഒരു ഫിഗറിലടിച്ചോ? നിങ്ങളൊരു ഫിഗറിലടിച്ചോ? 20, 30, 40, 50, 60 അങ്ങനെ അടിച്ചോ? മാഷാ അല്ലാഹ്, അഷ്റഫ് എം എൽ കൊണ്ടുവന്നു. 1970 തന്നെയാണ്. 1970 സലാം ഹാജിയും അടിച്ചു. പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീം 19 സലാം ഹാജിയും അഷ്റഫ് എം എല്ലും കൊണ്ട് 19 ആണ്. 25 നിർത്താല്. ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങി. 25 നിർത്തേ. 25 ആദ്യം ആരാണ് എത്തുന്നത് അവര് വിജയിക്കുന്നതായിരിക്കും. 19.
ഇപ്പോ തുല്യനിലയിലാണ്. ഇനി അടുത്ത ചോദ്യം പിന്നെ ഓക്കെ. ജില്ലാ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ജില്ലാ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ജില്ലാ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ഏറ്റവും കുറവ് ലഭിക്കുന്ന ജില്ലയാണ് ജില്ലാടിസ്ഥാനത്തിൽ. ഇതുവരെ ആൻസർ ഒന്നില്ല. വയനാട്ടിലെ ഒരു പ്രദേശത്ത് പിന്നെ ലക്കിടിയിൽ കുറച്ചുനാൾ മുമ്പ് പിന്നെ ഒരു പ്രദേശത്ത് നല്ല മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ മൊത്തം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ്. വെള്ളം സലാം കുറ്റിക്കടവ് കൊണ്ടുവന്നു റൈസിൽ മോന്. പിന്നെ കോഴിക്കോട് നടിച്ച് എം ഷാഫി MLP. കാലിക്കറ്റ് തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീമിലേക്കാണ് 20ാമത്തെ പോയിന്റ് നേടിയിരിക്കുകയാണ്. ഗ്രീൻ ടീമിലേക്ക് അത് 1 പോയിന്റിന് മുന്നിൽ നിൽക്കുകയാണ് ഗ്രീൻ ടീം. ഇനി അടുത്ത ചോദ്യം ഇസ്ലാമിക് തന്നെയാണ്. ഓക്കെ. മുസ്ഹഫിൽ പറഞ്ഞ ആദ്യ ജീവി ഏതാണ്? മാഷാ അല്ലാഹ്, വൈകിക്കുന്നില്ല, കൊണ്ടുവന്നിരിക്കുകയാണ്. അഫ്സൽ എച്ച് കൊണ്ടുവന്ന അത് കൊതുക് എന്നടിച്ചുകൊണ്ട് ഗ്രീൻ ടീമിലേക്ക് 2ാമത്തെ പോയിന്റ് കൂടി നേടി. അവർ 21ാമത്തെ പോയിന്റ് കൂടി നേടി. 2 പോയിന്റുകൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കൊതുക് തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. മബ്രൂക്ക് അഫ്സൽ. മാഷാ അല്ലാഹ്. അപ്പൊ 21 ആയിരിക്കുകയാണ്. ഇനി എന്റെ അടുത്ത ചോദ്യം ഏഴ് ആകാശത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹു പരാതി കേട്ട സ്ത്രീ ആരാണ്? 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹു പരാതി കേട്ട സ്ത്രീ ആരാണ്? 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹു പരാതി കേട്ട സ്ത്രീ ആരാണ്? മാഷാ അല്ലാഹ്, ദുൽദുൽ സാഹിബ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. അത് ഖൗല ബിൻത് അലബ് തന്നെയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. സൂപ്പർ ആൻസർ. പോയിന്റ് ഗോസ് ടു റെഡ് ടീം. 3 പോയിന്റുകൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. 22ാമത്തെ പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. നല്ലൊരു ആൻസർ ആയിരുന്നു. മാഷാ അല്ലാഹ്. അടുത്ത ചോദ്യം ഓക്കെ. ഒരു സന്താനം ലഭിക്കുന്നതിന് മുന്നോടിയായി ഒരു പ്രവാചകൻ 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. ആരാണ്? ഏത് പ്രവാചകനാണ്? ഒരു സന്താനം ലഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രവാചകൻ 3 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. എന്നാൽ ആ പ്രവാചകൻ ആരാണ്? ഒരു രക്ഷയുമില്ല. ദുൽദുലിന്റെ പടയോട്ടമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം തന്നെയാണ്. പോയിന്റ് ഗോസ് ടു അഗൈൻ ഗ്രീൻ ടീം. 23ാമത്തെ പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. തൊട്ടു പിന്നാലെ കേമോൻ അടിച്ചു. പിന്നെ കേമോനൊക്കെ കാല് മാറിയോ? പിന്നെ മജീദ് അടിച്ചു. പിന്നെ സജീർ വിഴിഞ്ഞം. എല്ലാവർക്കും മബ്രൂക്ക്. 23. അങ്ങനെ 4 പോയിന്റ് ആയിരിക്കും. മുമ്പേ ഗ്രീനിലാണ്. ഓക്കെ. ഞാൻ വിളിച്ചു ഇപ്പം മാറി. അപ്പൊ സമസ്ത ചോദ്യം ചോദിക്കുകയാണ്. സമസ്തയെ കുറിച്ച് ദുർദസ്ഥ മാറിയിരിക്കണം. അടുത്ത ചോദ്യം സമസ്താലയം ഉദ്ഘാടനം ചെയ്ത മഹാനായ വ്യക്തി ആരാണ്? ചേളാരി സമസ്താലയം ഉദ്ഘാടനം ചെയ്ത മഹാനായ വ്യക്തി ആരാണ്? ഏത് മഹാനായ വ്യക്തിയാണ് സമസ്താലയം ഉദ്ഘാടനം ചെയ്തത്? മാഷാ അല്ലാഹ്. ഗ്രീൻ ടീമിന്റെ കുതിപ്പിന് വിരാമമിട്ടുകൊണ്ട് സജീർ വിഴിഞ്ഞമെന്ന ഉസ്താദിലൂടെ PMSA ബുക്കോയ തങ്ങൾ തന്നെയാണ്. മഹാനായ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ കിരീട വെക്കാത്ത സുൽത്താനായിരുന്ന PMSA ബുക്കോയ തങ്ങളായിരുന്നു. മാഷാ അല്ലാഹ്, മബ്രൂക്ക്. പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീമിലേക്കാണ് പോകുന്നത്. പൂക്കോയ തങ്ങൾ നടിച്ചുകൊണ്ട് സെലിമിൻഡത്തും കൊണ്ടുവന്നിട്ടുണ്ട്. പോയിന്റ് അങ്ങനെ 20ാമത്തെ പോയിന്റ് 20 3 പോയിന്റുകൾക്കാണ് ഇപ്പോൾ ഗ്രീൻ ടീം ലീഡ് ചെയ്യുന്നത്. മഹാനായ PMSA പൂക്കോയ തങ്ങളായിരുന്നു. അപ്പോ അടുത്ത ചോദ്യം എന്റേതൊരു പിന്നെ എന്താ പറയാ GK ചോദ്യമാണ്. GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. കേരളം തന്നെ പഠിക്കാം അല്ലെ? കേരളം ചോദിക്കണോ? വേൾഡ് പരമായി ചോദിക്കണം.
കേരളപരമായിട്ടാണോ വേൾഡ് പരമായിട്ടാണോ എങ്ങനെയെന്ന് വെച്ചാൽ പ്രശ്നമില്ല. വേൾഡ് പരമായി ചോദിക്കണം. ഓക്കെ. എന്നാൽ മനുഷ്യന്മാരുടെ ഒരു മിനിറ്റ് നോക്കട്ടെ. അതില് മനുഷ്യന്മാരുടെ ഇരട്ടിയിലധികം മനുഷ്യന്മാരുടെ ജനസംഖ്യയിൽ ഇരട്ടിയിലധികം മൃഗങ്ങളുള്ള കന്നുകാലികളുള്ള 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് നമ്മളിപ്പോ 100 പേരുണ്ടെങ്കിൽ 200 കന്നുകാലികൾ ഉണ്ടാവും ആ രാജ്യത്ത്. അങ്ങനെയുള്ള 2 രാജ്യങ്ങൾ. 2 രാജ്യം അടിക്കണം. അയൽവാസികളാണ് അവര്. നിങ്ങൾ അടിച്ചാൽ മതി. 2 ഒന്നിച്ച് അടിക്കണേ. 2 രാജ്യങ്ങളാ ചോദിക്കുന്നത്. 2 രാജ്യങ്ങൾ. അതായത് അവിടെ കന്നുകാലികൾ മനുഷ്യന്മാരിപ്പോ 100 പേരുണ്ടെങ്കിൽ 200 കന്നുകാലികൾ ഉണ്ടാവും. ആഫ്രിക്കൻ ന്യൂസിലാൻഡ് അല്ല. അതിലൊരു ക്ലൂ ഉണ്ട്. ആഫ്രിക്കൻ ന്യൂസിലാൻഡ് അല്ല, അതിലൊരു ക്ലൂ ഉണ്ട്. അതിൽ ഒരു രാജ്യം ശരിയാണ്. ഇല്ല, ഇതുവരെ വന്നില്ല. മാഷാ അല്ലാ, സെമീർ ബാബു. അത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയാണ്. സെമീർ ബാബുവിലൂടെ ഗ്രീൻ ടീമിലേക്കാണ് പോയിന്റ്. മാഷാ അല്ലാ, 24 എന്ന രീതിയിലായിരിക്കാണ്. വിജയത്തോട് അടുത്തിരിക്കുകയാണ്. 20 എന്ന മാർജിനിൽ ബ്ലൂ ടീം അങ്ങനെ വിജയത്തോടെ ഇന്നും 2ാമത്തെ ദിവസവും ഗ്രീൻ ടീം വിജയിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, വെൽഡൺ. അപ്പൊ ശരീരത്തിലടിച്ച എല്ലാവർക്കും വെൽഡൺ. റൈസൽ മോനെ മുമ്പേ അടിച്ചിരുന്നോ? വൈകിട്ടാണ് ഇല്ല. ഓക്കെ. അപ്പൊ ഇനി വീണ്ടും ഞാന് ബ്ലൂവിലുള്ളവർ തോക്കാൻ ഫസ്റ്റ് അടിച്ചോ? അഷ്റഫ് എംഎൽ സാഹിബ് ഫസ്റ്റ് അടിച്ചോ? ഫസ്റ്റ് റൈസൽ മോനാണ്. ഓക്കെ. ഫസ്റ്റ് റൈസൽ മോനാണെങ്കിൽ ബ്ലൂ ടീമിനാണ് പോയിന്റ്. ഗ്രീൻ 23, ബ്ലൂ 21. ഓക്കെ. സോറി. ബ്ലൂ 21, ഗ്രീൻ 23 ആണ്. ബ്ലൂ 21. ഗ്രീൻ 23, ബ്ലൂ 21 ആണ്. ഓക്കെ. ശരിയായിട്ട്. ഇനി അടുത്ത ചോദ്യം ഇസ്ലാമിക് തന്നെയാണ്. ഏത് സ്വഹാബി വര്യന്റെ ഭാര്യയാണ് ഇസ്ലാം സ്വീകരിച്ച 2ാമത്തെ വനിത? ഏത് സ്വഹാബിയുടെ ഭാര്യയാണ് ഇസ്ലാം സ്വീകരിച്ച 2ാമത്തെ വനിത? ഏത് സ്വഹാബിയുടെ ഭാര്യയാണ് ഇസ്ലാം സ്വീകരിച്ച 2ാമത്തെ വനിത എന്നാണ് എന്റെ ചോദ്യം. ഏത് സ്വഹാബിയുടെ ഭാര്യയാണ് ഇസ്ലാം സ്വീകരിച്ച 2ാമത്തെ വനിത? ഇല്ല, ഇതുവരെ വന്നില്ല. ടൈമോട്ട് വിളിക്കാണ്. ഓക്കെ, അത് ടൈമോട്ട് വിളിച്ചിരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദാ റളിയല്ലാഹു അൻഹയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അപ്പൊ ആർക്കും പോയിന്റ് ഇല്ല, പോയിന്റ് എനിക്കാണ്. അപ്പോ അടുത്ത ചോദ്യം. തന്റെ നാമത്തോടൊപ്പം അള്ളാഹുവിന്റെ നാമം കൂട്ടിച്ചേർത്ത അബ്ബാസി ഖലീഫ ആരായിരുന്നു? തന്റെ നാമത്തോടൊപ്പം അള്ളാഹുവിന്റെ പേര് കൂട്ടിച്ചേർത്ത അബ്ബാസി ഖലീഫ ആരായിരുന്നു? തന്റെ നാമത്തോടൊപ്പം അള്ളാഹുവിന്റെ പേര് കൂട്ടിച്ചേർത്ത അബ്ബാസി ഖലീഫ ആരായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. മാഷാ അല്ലാ, ഒരു രക്ഷയുമില്ല. അങ്ങനെ KV കൂൻലൈൻ എന്ന ഉസ്താദിലൂടെ മുഅ്തസിം ബില്ലാഹ് തന്നെയാണ്, അൽ മുഅ്തസിം ബില്ലാഹ് തന്നെയാണ്. മാഷാ അല്ലാ, മബ്റൂക്ക്. വളരെ മനോഹരമായ ഒരു ആൻസർ ആയിരുന്നു. പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീം. ബ്ലൂ ടീമിലേക്കാണ് പോയിന്റ്. 22ാമത്തെ പോയിന്റ് കൂടി ബ്ലൂ ടീം നേടിയിരിക്കുകയാണ്. വെറും 1 പോയിന്റ് വ്യത്യാസം മാത്രമാണ് ഉള്ളത്. മാഷാ അല്ലാ, അൽ മുഅ്തസിം ബില്ലാഹ് തന്നെയാണ്. മനോഹരമായ ആൻസർ. വെൽഡൺ, മബ്റൂക്ക്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അടുത്ത ചോദ്യം. അടുത്തത് ഞാൻ സമസ്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സമസ്ത ചോദ്യം ചോദിക്കട്ടെ. വലൈക്കും അസ്സലാം, റാഫി ബൂക്കി. ഓക്കെ, SYS രൂപീകരിച്ച വർഷം ഏതാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ SYS രൂപീകരിച്ച വർഷം ഏതാണ്? മാഷാ അല്ലാ, ഒരു രക്ഷയുമില്ല. ബ്ലൂ ടീം മുന്നേറുകയാണ്. ഇപ്പോൾ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടുള്ളത് ബ്ലൂ ടീമാണ്. 1954 തന്നെയാണ്. തുല്യനിലയിലായിരിക്കണം. 23 ആയിരിക്കാണ്. റാഫി ബൂക്കിയും അടിച്ചു. റാഫി ബൂക്കി ഒന്ന് കളർ ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അസാധുവായി പോകും. അത് 1954 എന്നടിച്ചുകൊണ്ട് മാഷാ അല്ലാ, KV കൂൻലൈൻ. മാഷാ അല്ലാ, മബ്റൂക്ക്. നല്ലൊരു ആൻസർ ആയിരുന്നു. പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അഷ്റഫ് കാഞ്ഞങ്ങാട്, MM കരിങ്ങപ്പാറ. എല്ലാവർക്കും മബ്റൂക്ക്. അപ്പോ അടുത്ത ചോദ്യം, അടുത്തൊരു GK ആണ്.
അടുത്തൊരു GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയന്മാരുള്ള സിറ്റി ഏതാണ്? സിറ്റി, ജില്ലയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയന്മാരുള്ള സിറ്റി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തടിയന്മാരുള്ള സിറ്റി. ഉദുമയിലൊക്കെ മെലിഞ്ഞിട്ടില്ല എല്ലാരും. ഉദുമെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയന്മാരുള്ള സിറ്റി ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. മാഷാ അല്ലാഹ്, ദുൽദുൽ ഉസ്താദ് പോയോന്ന് ചോദിച്ചതിന് പകരമായിട്ട് അത് ആൻസർ കൊണ്ടുവന്നിരിക്കുകയാണ്. കൊച്ചിയാണ്, അത് നമ്മുടെ കൊച്ചിയാണ്. കൊച്ചി എന്നടിച്ചുകൊണ്ട് ദുൽദുൽ ഉസ്താദിലൂടെ പോയിന്റ് ഗോസ് ടു റെഡ് ടീം. 24ാമത്തെ പോയിന്റ് കൂടി നേടിയിരിക്കുകയാണ്. ബ്ലൂ ടീമിന്റെ ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിൽ ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഗ്രീൻ ടീം വിജയിക്കുന്നതായിരിക്കും. അത് കൊച്ചിയാണ്. വെൽഡൺ ദുൽദുൽ ഉസ്താദ്, മബ്രൂക്ക്. അപ്പോ അടുത്ത ചോദ്യം ഇസ്ലാമിക് തന്നെയാണ്. ഓക്കെ, ബ്ലൂ ടീം ഇത് പിന്നെ ശരിക്കടിക്ക, പെട്ടെന്ന് അടിച്ചോളൂ. നബിമാരിലെ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? 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 പോരട്ടെ. മൂസ നബി പ്രവാചകൻ ആയിരുന്നു. പക്ഷെ പിന്നെ പ്രത്യേകിച്ച് ഒരു എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ പേരെന്താണ്? ഇതുവരെ വന്നില്ല. നബിമാരിലെ പ്രഭാഷകൻ എന്ന് അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ ആരാണ്? ഇതുവരെ വന്നില്ല. ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ടൈം ഔട്ട് വിളിക്കും. പെട്ടെന്ന് അടിച്ചോളൂ. ഇതുവരെ വന്നില്ല. മാഷാ അല്ലാഹ്, ബ്ലൂ ടീം. അങ്ങനെ അബൂഷിഫ കൊണ്ടുവന്ന മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീം. അങ്ങനെ 24. ഇനി ബെസ്റ്റ് ഓഫ് 3 ആണ്. ബെസ്റ്റ് ഓഫ് 3 ഇന്നലത്തെ അതേപോലെ ആയിരിക്കണം. 24. ഇനി 0 പോയിന്റ് കിട്ടുള്ളൂ. ബെസ്റ്റ് ഓഫ് 3 ആണ്. 2 പോയിന്റ് പറയുന്നവർക്ക് പിന്നെ വിജയിക്കുന്നതായിരിക്കും. ഇന്നലെയും ഇതേപോലെ ആയിരുന്നു. ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു. അപ്പൊ ഇനി എന്റെ ഒരു അടുത്തത് ഓക്കെ. ഒരു നബിയുടെ പിതാവും പിതാമഹനും പ്രപിതാമഹനും നബിയാണ്. എന്നാൽ ആ നബി ആരാണ്? ഒരു നബിയുടെ പിതാവും പിതാമഹനും പ്രപിതാമഹനും നബിമാരാണ്. എന്നാൽ ആ നബി ആരാണ്? മാഷാ അല്ലാഹ്, തിരുവള്ളൂർ ഉസ്താദ് കുറെ സമയത്തിന് ശേഷം വന്നാണ് തോന്നുന്നു. തിരുവള്ളൂർ 313 എന്ന ഐഡിയുടെ മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം തന്നെയാണ്. പോയിന്റ് ഗോസ് ടു ബ്ലൂ ടീം. ബെസ്റ്റ് ഓഫ് 3യിലെ ആദ്യ പോയിന്റ് ബ്ലൂ ടീമിലേക്ക് പോവുകയാണ്. 1-0 ആയിരിക്കാണ്. ബ്ലൂ 1, ഗ്രീൻ 0 എന്ന രീതിയിലായിരിക്കാണ്. ഈ ഉത്തരം കൂടി പിന്നെ ബ്ലൂ പറഞ്ഞാൽ തീർച്ചയായും ബ്ലൂ വിജയിക്കുന്നതായിരിക്കും. ബ്ലൂവിനുള്ള ചാൻസ് ആണ്. ഇന്നലെ തോറ്റതിന് പകരം വീട്ടാനുള്ള ചാൻസ് ആണ്. അതുകൊണ്ട് സ്നേഹം എന്ന വാക്ക് അർത്ഥം വരുന്ന പേരുള്ള പ്രവാചകൻ ഏതാണ്? ഏത് പ്രവാചകന്റെ പേരിനാണ് സ്നേഹം എന്ന അർത്ഥം വരുന്നത്? സ്നേഹം എന്ന അർത്ഥം വരുന്ന പ്രവാചകൻ ഏതാണ്? ഏത് പ്രവാചകന്റെ പേരിനാണ് സ്നേഹം എന്ന പേരിൽ അർത്ഥം വരുന്നത്? മാഷാ അല്ലാഹ്, അഫ്സൽ കേട്ടപാടെ കൊണ്ടുവന്ന് മനോഹരമായ ആൻസറുമായിരുന്നു. അത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമാണ്. പോയിന്റ് ഗോസ് ടു ഗ്രീൻ ടീം. 1-1 ആയിരിക്കാണ്. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1-1 മാഷാ അല്ലാഹ്, മബ്രൂക്ക്. ഈ പോയിന്റ് ആരാണ് നേടുന്നത്? ഈ പോയിന്റ് നേടിയവർ വിജയിക്കും. ഈ പോയിന്റ് ആരാണ് നേടുന്നത്? അവർ വിജയിക്കും. അപ്പൊ സമസ്ത ചോദ്യം ചോദിക്കാം. ഓക്കെ, ഒരു അറിവും കൂടി വേണല്ലോ നമ്മുടെ മാതൃകാ പ്രസ്ഥാനമല്ലേ. ഞാനിവിടെ ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനൊക്കെ കാരണം ചിലപ്പോൾ സമസ്തയായിരിക്കും. മിക്കവാറും സമസ്തയാണ്. പിന്നെ സമസ്തനെ ഒഴിച്ചിട്ട് നമ്മൾക്ക് സമസ്തന്റെ ചോദ്യം ചോദിക്കാം. ഓക്കെ, സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതൻ ആരാണ്? സുന്നി യുവജന സംഘത്തെ സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതൻ ആരായിരുന്നു? മാഷാ അല്ലാഹ്, ഒരു രക്ഷയുമില്ല. അഫ്സലിലൂടെ അത് മഹാനായ ഷംസുല്ലമ EK ഉസ്താദാണ്. EK US എന്ന് അടിച്ചത്. ഞാൻ ഏതായാലും EK എന്നുള്ളതുകൊണ്ട് ഞാൻ തരികയാണ്. പിന്നെ ഉദ്ദേശം EK എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ.
പിന്നെ KV കൂൺലൈൻ ഷംസുൽ മാന്ന് അടിച്ചു. അപ്പൊ ഇങ്ങനത്തെ 2 പോയിന്റ് കൂടി, അങ്ങനെ ഇന്നും ഗ്രീൻ ടീം വിജയിച്ചിരിക്കുകയാണ്. ഇന്ന് പിന്നെ വിന്നിംഗ് ഷോട്ട് വായിച്ചത് അഫ്സലാണ്. അപ്പോ ഇന്നത്തെ അതേപോലെ പിന്നെ 1 പോയിന്റ് വ്യത്യാസത്തിൽ ഇന്ന് വിജയിച്ചിരിക്കുകയാണ് ഗ്രീൻ ടീം. ഇന്നും തുടർച്ചയായ 2 ദിവസവും വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പൊരുടിയ ബ്ലൂ ടീമിനും മികച്ച പ്രകടനം കാഴ്ചവെച്ച, പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോകും, പിന്നെ KV കൂൺലൈൻ, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ദുൽദുൽ ഉസ്താദ്, പിന്നെ പേര് മറന്നുവെങ്കിൽ ഇതാക്കണേ, പിന്നെ കുറെ പേരുണ്ട് അങ്ങനത്തെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നടിച്ച കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഏതായാലും സാറില്ല, ഓക്കെ, അത് പ്രശ്നമില്ല, നമ്മൾക്ക് പിന്നെ കൊടുക്കാം, അത് വലിയൊരു കാര്യമില്ല. ഉസ്താദ് പറയുമ്പോൾ ശരിക്കും വേറെ പിന്നെ അവിടെ ഇല്ല. ഓക്കെ, ഏതായാലും എല്ലാവർക്കും ശരി, മത്സരത്തിൽ പങ്കെടുത്ത ഇതുവരെ പിന്നെ എന്നെ സഹിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഇതുവരെ ഇവിടെ നടത്തിയതും നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചതും ഇതിൽ പങ്കെടുത്തതും അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.